ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി പ്രെപ്പ് സീരീസ്. സോ നമ്മുടെ ഫസ്റ്റ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് ഇനി ആകെ 23 ദിവസം കൂടി ബാക്കിയുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ ജിമ്മൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. പോണ വഴിക്ക് ഗോതമ്പ് കൊടുക്കാണ്ടായിരുന്നു, അതവിടെ കൊടുത്ത് നമ്മൾ നേരെ ജിമ്മിലോട്ട് പോയി. ജിമ്മിലെത്തി ബാഗൊക്കെ അവിടെ വെച്ച് ആദ്യം ചെയ്യുന്ന പണി കുറച്ചു നേരം വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൗണ്ടറിൽ നിന്ന് ഈ സാധനം കിട്ടുന്നത്. എന്തായാലും കണ്ടതല്ലേ, വെറുതെ വെച്ച് 2 ഷോ ഇറക്കിയേക്കാം. സംഭവം രസമൊന്നും ഇല്ലല്ലോ, നമ്മളെ സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ വ്ലോഗ് എടുക്കുന്ന കാര്യം പറ്റ മറന്നുകൊണ്ട് തന്നെ അന്നത്തെ വർക്കൗട്ടിന്റെ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും മോർണിംഗ് ആക്ടിവേഷൻ സെക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങി. വരുമ്പോ കൊടുത്ത ഗോതമ്പും പൊടിച്ച് കിട്ടി. ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. വർക്കൗട്ടിന് ശേഷം ചിക്കനും കൂട്ടി അതും കഴിച്ച് കുറച്ച് ടൈം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു. എനിക്ക് തീരെ താല്പര്യമില്ലാത്തതും ഏറ്റവും കൂടുതൽ മടി കാണിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എഡിറ്റ് ചെയ്യാന്നുള്ളത്. അത് കഴിഞ്ഞൊരു കരിക്ക് വെട്ടിന്റെ അവസ്ഥയാണിത്. വിലങ്ങ് വെട്ടിയിട്ടാണല്ലോ അവസാനം അത് റെഡിയാക്കി. അടുത്ത മീലും കഴിച്ച് ജിമ്മൊക്കെ ഇറങ്ങുന്ന നേരത്താണ് മൂപ്പരാളെ കാണുന്നത്. കരച്ചിലിട്ടിട്ട് പോയി നോക്കിയതാണ്. പാവം വിശന്നിട്ടോ. നമ്മൾ കഴിച്ച എഗ്ഗിന്റെ മഞ്ഞ അവിടെ ഇരിക്കണ്ടായിരുന്നു. അത് ഇട്ടോടത്തേക്ക് ഒരു പരാതിയില്ലാതെ മൂപ്പരാളെ ഫുള്ള് കഴിച്ചു. പാവത്തിന് കൊളസ്ട്രോൾ ഒന്നും വരാതിരുന്നാൽ മതിയെന്ന്. ഇതാണ് മിട്ടു. ഇവിടെയുള്ളവർക്ക് ഇന്നൊക്കെ കാര്യമാണ് ഈ മുതലിനെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ ജിമ്മിലെത്തി. എന്റെ മുഖത്തുള്ളൊരു സന്തോഷം നോക്കാം. എന്താ അറിയില്ല, അവിടെ എത്തിയാൽ ഭയങ്കര സമാധാനമാണ്. അങ്ങനെ ഇന്നിപ്പോ ലെഗിനാണ് വർക്കൗട്ട്. എന്റെ പാർട്ട്ണർ ഇരിക്കുന്ന ഒരു ഇരുത്താൻ നോക്കിയേ. ലഞ്ചസ് അടിച്ചാൻ പറഞ്ഞോ ലാവിഷായി കാലും നീട്ടിയിരിക്കുന്നത്. അവസാനമായിട്ട് ലെഗ് എക്സ്റ്റൻഷനും കാഫ് റൈസും ചെയ്ത് മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല. വീഡിയോ ലോങ്ങും നന്നായിട്ട് സ്ട്രെച്ചും ചെയ്തുകൊണ്ട് വീട്ടിലെത്തി ലാസ്റ്റ് ഡിന്നറും കഴിച്ച് ഇന്നത്തെ കഴിഞ്ഞു. അപ്പൊ ബാക്കി നാളെ.